ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കുനോ ദേശീയോദ്യാനത്തിലേക്ക് എത്തിച്ച ചീറ്റകളിലൊന്നുകൂടി ചത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് തേജസ് എന്ന ആൺചീറ്റ ചത്തതെന്ന് അധികൃതർ അറിയിച്ചു. രാവിലെ ശരീരത്തിൽ മുറിവുകളേറ്റ നിലയിൽ ചീറ്റയെ കണ്ടെത്തിയിരുന്നു. ഇതോടെ അധികൃതർ വെറ്റിനറി ഡോക്ടർമാരെ വിവരമറിയിക്കുകയും ഡോക്ടർമാർ ചീറ്റയെ മയക്കുവാനുള്ള മരുന്ന് നൽകി ചികിത്സ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചികിത്സകൾക്ക് ഫലം കാണാതെ തേജസിന്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. അതേസമയം ചീറ്റയുടെ കഴുത്തിനേറ്റ സാരമായ പരിക്കുകൾ എങ്ങനെയുണ്ടായെന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുള്ളൂവെന്നും പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ JS ചൗഹാൻ പറഞ്ഞു. ഏതാനും മാസങ്ങൾക്കിടെ കുനോയിൽ ചാകുന്ന 7ാമത്തെ ചീറ്റയാണ് തേജസ്. സാഷ എന്ന് പേരിട്ടിരുന്ന ഒരു പെൺചീറ്റ മാർച്ച് 27-ന് വൃക്കരോഗത്തെ തുടർന്ന് ചത്തിരുന്നു. പിന്നീട് ഏപ്രിൽ 23-ന് ഉദയ് എന്ന മറ്റൊരാൺചീറ്റ ഹൃദയശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണവും ചത്തു. മെയ് 9-ന് മറ്റൊരു ചീറ്റയുടെ ആക്രമണത്തിൽ ഒരു പെൺചീറ്റയും ചത്തു. കൂടാതെ ജ്വാല എന്ന പെൺചീറ്റയ്ക്ക് ജനിച്ച 4 കുഞ്ഞുങ്ങളിൽ 3 എണ്ണവും ചത്തു. കടുത്ത കാലാവസ്ഥ സഹിക്കാനാകാത്തതും നിർജ്ജലീകരണവുമാണ് അതിനന്ന് അധികൃതർ കാരണമായി പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ചീറ്റകളുടെ മരണസംഖ്യ ഉയരുന്നത് വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നതിന് ഇടയാക്കുന്നുണ്ട്. 2 ബാച്ചുകളിലായി 20ഓളം ചീറ്റകൾ രാജ്യത്ത് എത്തിയിരുന്നു. ആദ്യ ബാച്ചിൽ 8ഉം 2ാം ബാച്ചിൽ 12 ചീറ്റകളുമാണ് രാജ്യത്തെത്തിയത്. ഇന്ത്യയിൽ വംശനാശം സംഭവിച്ച് 70 വർഷങ്ങൾക്ക് ശേഷമാണ് ചീറ്റകൾ രാജ്യത്ത് വീണ്ടും എത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം ചത്ത തേജസ് എന്ന ചീറ്റയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ.